മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് പ്രവേശനോത്സവത്തിന്റെ നിറവിൽ. ആറ്റിങ്ങൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം മനോഹരമാക്കി. പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ജഡ്ജ് പ്രദീപ് കെ പി നിർവഹിച്ചു. വിദ്യ അഭ്യസിക്കാനായിട്ട് നമ്മൾ ഒരു സ്കൂളിലേക്ക് വരുമ്പോൾ എന്താണ് നമ്മൾ ഈ സ്കൂളിൽ നിന്ന് പഠിക്കേണ്ടത്? ഓരോ വിഷയങ്ങൾക്കും 100 മാർക്ക് വാങ്ങിച്ച് ജീവിക്കുക അല്ലെങ്കിൽ പാസ്സാകുക എന്നുള്ളതല്ല യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം. അവൻ സമൂഹത്തിൽ സഹജീവികളോട് സ്നേഹത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി എങ്ങനെ ജീവിക്കാമെന്ന് ചുറ്റുപാട് നോക്കി പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ തത്വം. നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഓരോ എക്സാമിനേഷന് ചെല്ലുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വരെ ചോദിക്കുന്നുണ്ട്, ചോദ്യങ്ങൾ അല്ലേ, പഠിക്കുന്ന കാര്യം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ സ്കൂളിൽ വരുമ്പോൾ പണ്ട് നമുക്ക് ഗുരുകുല സമ്പ്രദായങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലമുണ്ട്. അതെന്താണ്? ഗുരുവിൻ്റെ വീട്ടിൽ ചെന്ന് താമസിച്ച് ഗുരുവിനെ പരിപാലിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി ഈ ജീവിതത്തിനിടയിൽ തന്നെ ഓരോ കാര്യങ്ങൾ പഠിക്കുക, കണ്ടും കേട്ടും പഠിക്കുക. ഇതായിരുന്നു പണ്ടത്തെ ഗുരുകുല സമ്പ്രദായം അല്ലേ? പക്ഷേ ഇന്ന് നമ്മളൊരു ക്ലാസ് മുറിയിൽ ഒതുങ്ങി 10 മണിക്ക് വരിക, 2 മണിക്ക് 1 മണി വരെ ക്ലാസ്സിലിരിക്കുക, അത് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ പോവുക. അപ്പോൾ ഈ ഗുരുകുല സമ്പ്രദായത്തിൽ വരുന്ന ഒരു പ്രത്യേകത ഗുരുശിഷ്യ ബന്ധം എന്താണെന്നുള്ളത്. ഗുരുശിഷ്യ ബന്ധം വളരെ ദൃഢമായിരിക്കണം. PTA പ്രസിഡന്റ് ഇയാസ് അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഉദയകുമാരി, സ്കൂൾ HM കവിത ജോൺ, വാർഡ് കൗൺസിലർ ബിനു, സ്റ്റാഫ് സെക്രട്ടറി സഫീന ബേബി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. HP ന്യൂസ് ആറ്റിങ്ങൽ.